ജാതി സെൻസസിന് BJP എന്നും എതിരാണ്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. ഹിന്ദു സമൂഹത്തെയാണ് BJP അവരുടെ വോട്ട് ബാങ്കായി കാണുന്നത്. ഹിന്ദുക്കൾ ജാതികളായി വേർതിരിഞ്ഞാൽ ആ വോട്ട് ബാങ്ക് ഭിന്നിച്ചു പോകും. ജാതിക്ക് മേലെ മതം സ്ഥാപിക്കാനുള്ള ശ്രമം BJP നടത്തുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് ജാതി സെൻസസ് എന്ന കാർഡ് രാഹുൽ ഗാന്ധി സധൈര്യം എടുത്തുയർത്തിയത്. ഹിന്ദുക്കളിൽ ഓരോ ജാതി വിഭാഗത്തിൻ്റെയും കണക്കെടുക്കുക, അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അതുവഴി മനസ്സിലാക്കുക, അങ്ങനെ അവർക്ക് വേണ്ട വിഭവ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുക. അതാണ് ജാതി സെൻസസ് വഴി ലക്ഷ്യമിടുന്നത്. രാഹുൽ അതേപ്പറ്റിയാണ് ഇന്ത്യ ഒട്ടുക്ക് പറഞ്ഞു നടന്നത്. അതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കണക്കുകൂടി രാഹുൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ 90 സെക്രട്ടറിമാരുണ്ട്. OBC വിഭാഗത്തിൽ നിന്നുള്ളത് വെറും 3 പേർ മാത്രം. ഇന്ത്യയുടെ ആകെ ബജറ്റിന്റെ വെറും 5% മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അത് മാറണ്ടേ? രാഹുൽ ചോദിച്ചു. കുറിക്കുകൊള്ളുന്ന ചോദ്യം, മോദിയെ അലോസരപ്പെടുത്തുന്ന ചോദ്യം, ഹിന്ദുത്വയുടെ തലച്ചോറിന് നേർക്ക് പാഞ്ഞു കയറിയ വെടിയുണ്ട പോലത്തെ ചോദ്യം. ബ്രിട്ടീഷ് കാലത്തിന് ശേഷം ജാതി സെൻസസ് നടത്തി ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള അവഗണനയുടെ രഹസ്യപ്പൂട്ട് ആ ഒറ്റ ചോദ്യത്തിലൂടെ രാഹുൽ കുത്തി തുറന്നു. മോദിയെ അത് ചൊടിപ്പിക്കാതിരിക്കുമോ? BJPയുടെ കാൽക്കീഴിലെ മണ്ണ് എന്നേക്കുമായി ഒലിച്ചു പോകുന്ന ആ നീക്കം എങ്ങനെയും തടഞ്ഞല്ലേ തീരൂ. മോദിയുടെ BJPയുടെ മുന്നിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ: സ്ഥിരം തന്ത്രം, സംവരണത്തെ വർഗീയവൽക്കരിക്കുക. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനാണ് രാഹുൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി ആ വർഗീയ കാർഡ് ഇറക്കിയത്. രാഹുൽ പറഞ്ഞത് എന്താണോ അതിനെ ആകെ മോദി വക്രീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ജാതി സെൻസസിന്റെ കാര്യത്തിൽ രാഹുൽ മോദിയെ പോലെയല്ല. ഒരു ഒളിച്ചുകളിയും ഇക്കാര്യത്തിൽ രാഹുലിനില്ല. അങ്ങനെ ഉറക്കെ പറയാനുള്ള കരുത്ത് രാഹുൽ നേടിയെടുത്തത് സുഗമമായുമല്ല. ഏപ്രിൽ 5-നായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതിൽ വ്യക്തമായി ജാതി സംവരണത്തെപ്പറ്റി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാനുപാതിക സംവരണത്തെപ്പറ്റി പറയുന്നു. ഏപ്രിൽ 15-ന് പുറത്തിറക്കിയ BJPയുടെ പ്രകടന പത്രികയിൽ ജാതി സെൻസസിനെ പറ്റി ഒരക്ഷരമില്ല. ജാതി സെൻസസിനെ പറ്റി രാഹുൽ പറയുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ വർഷം 5 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് രാഹുൽ ജാതി സംവരണം ഏറ്റവും ശക്തമായി ഉന്നയിച്ചത്. ആ 5 സംസ്ഥാനങ്ങളിൽ ബീഹാർ ഇല്ല. എന്നാൽ രാഹുലിനൊപ്പം നിന്ന് നിതീഷ് കുമാർ ജാതി സെൻസസ് നടപടികളെപ്പറ്റി ഉറക്കെ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കുകയും ചെയ്തു. രാഹുൽ പറയുന്നത് മനക്കണക്കല്ലെന്ന് ആ റിപ്പോർട്ട് തെളിയിച്ചു. ഞെട്ടിക്കുന്നതായിരുന്നു ഇതര പിന്നാക്ക വിഭാഗത്തിന്റെ സ്ഥിതി. അന്ന് നിതീഷ് ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരുന്നു, ഇപ്പോൾ മോദിക്കൊപ്പവും. അതുകൊണ്ട് ചൂടോടെ കിട്ടിയ ആ റിപ്പോർട്ട് കൈയോടെ തന്നെ നിതീഷ് എടുത്ത് അട്ടത്ത് വയ്ക്കുകയും ചെയ്തു. അതിനി അവിടെ തന്നെ ഇരിക്കും. അന്നു നടന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കാലിടറി. ജാതി സെൻസസ് കോൺഗ്രസിനെ പിന്തുണച്ചു വന്നിരുന്ന പ്രബല സമുദായങ്ങൾക്ക് പിടിച്ചില്ല. അവർ കോൺഗ്രസിനെ കൈവിട്ടു. പ്രഹരം കനത്തതായിരുന്നു. രാഹുൽ പക്ഷേ തന്റെ ദൗത്യം ഉപേക്ഷിച്ചോ? ഇല്ല. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. അന്ന് ജാതി സെൻസസ് പ്രചാരണം രാഹുൽ ശക്തമാക്കിയപ്പോൾ മോദിക്കും BJPക്കും പോലും ഒരു വേള അത് അംഗീകരിക്കേണ്ടി വന്നു. ജാതി സെൻസസിന് BJP എതിരല്ല എന്ന അഴകുഴമ്പൻ നിലപാടെടുത്ത് അന്ന് തടിയൂരി. ജാതി സെൻസസ് എന്ന ആയുധത്തിന്റെ ഇരുതല മൂർച്ച കണ്ട് സംഭ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം രാഹുലിന് അന്ന് മുന്നറിയിപ്പ് നൽകി. ഇക്കളി തീക്കളിയാണ്. പക്ഷേ രാഹുൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് നീങ്ങി. അങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന പ്രചാരണ വിഷയമായി രാഹുൽ അത് മാറ്റിയത്. പ്രകടന പത്രികയിൽ അത് പരസ്യമായി പ്രഖ്യാപിച്ചത്. 5 സംസ്ഥാനങ്ങളിലെ ഫലം എന്തുമാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടർമാരെ ഭിന്നിപ്പിക്കാൻ ജാതി സെൻസസ് മുദ്രാവാക്യത്തിന് കഴിഞ്ഞോ ഇല്ലയോ എന്ന് 4-ാം തീയതി അറിയാം. 15% വരുന്ന മുന്നാക്ക വോട്ട് ബാങ്ക് BJPയുടെ ഉറച്ച കോട്ടയാണ്. ജാതി സെൻസസ് എന്ന വാളെടുത്ത് വീശിയാൽ അവർ വന്ന വഴിക്ക് പോകും എന്ന ആശങ്ക മോദിക്കും BJPക്കുമുണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെ പോലെ കൈവിട്ട കളിക്ക് മോദിയെ കിട്ടാത്തത്. ആ വോട്ട് ബാങ്ക് എങ്ങനെയാണ് BJPക്ക് പിന്നിൽ ഉറച്ചത്? കടുത്ത സംവരണ വിരുദ്ധ നിലപാടുകൊണ്ട് തന്നെയായിരുന്നു. VP സിംഗ് സർക്കാരിനെ പുറത്തുനിന്ന് BJP പിന്തുണച്ച കാലത്താണ് ഇന്ദിരാഗാന്ധി കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. എന്തിനെയാണോ BJP എതിർക്കേണ്ടത് അത് നടപ്പാക്കുന്നതിനുള്ള കരുവായി BJP മാറി. അത് BJPയെ വലിയൊരു വിഷമവൃത്തത്തിലേക്കാണ് എത്തിച്ചത്. 2 വിധത്തിലാണ് BJP അതിനെ മറികടന്നത്.
ഉത്തരേന്ത്യയിൽ ആകമാനം കലാപമായി വളർന്ന മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ചും മണ്ഡലിനു പകരം കമണ്ഡൽ അഥവാ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ആക്കം കൂട്ടിയുമായിരുന്നു ആ മറികടക്കൽ. അതിലൂടെ ആ മുന്നാക്ക വോട്ട് ബാങ്ക് BJPക്ക് പിന്നിൽ കോട്ട പോലെ ഉറച്ചു. BJPയുടെ ഈ സംവരണ വിരുദ്ധ മുന്നാക്ക സഖ്യം വെല്ലുവിളികളെ നേരിട്ടിരുന്നില്ല എന്ന് ഈ പറഞ്ഞതിനർത്ഥമില്ല. വെല്ലുവിളികൾ നേരിട്ടു. അതെത്ര വിദഗ്ധമായാണ് BJP മറികടന്നത് എന്നുകൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ ജാതി സെൻസസ് അധ്യായം അവസാനിപ്പിക്കാം. 2004 വാജ്പേയി സർക്കാർ താഴെ വീഴുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് സംവരണവാദികൾക്ക്, മണ്ഡൽ കക്ഷികൾക്ക് കിട്ടിയ രാഷ്ട്രീയ പിന്തുണ കൂടിയായിരുന്നു. അതിന് UPയിലെ ഫലം മാത്രം പരിശോധിച്ചാൽ മതിയാകും. അന്ന് 77 മണ്ഡലത്തിൽ മത്സരിച്ച BJPക്ക് കിട്ടിയത് വെറും 10 സീറ്റ്. 68 മത്സരിച്ച സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് 35 സീറ്റ്. അതിൻ്റെ തനിയാവർത്തനം സംഭവിക്കരുതെന്ന് BJPക്ക് നിർബന്ധമുണ്ട്. അതിനാണ് OBCക്കും SC/ST വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട സംവരണം മുസ്ലിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകും എന്ന ഉത്തരേന്ത്യയിൽ വേഗം വിറ്റുപോകുന്ന തിരക്കഥ മോദി പാടി നടന്നത്. സത്യം പറഞ്ഞാൽ SC/ST വിഭാഗക്കാരുടെ സംവരണം മാത്രമേ ഉള്ളുകൊണ്ട് BJP അംഗീകരിക്കുന്നുള്ളൂ. പക്ഷെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ പൊളിക്കാമോ അതെല്ലാം മോദി ചെയ്യുന്നുണ്ട്. എന്താണെന്നല്ലേ, വിദ്യാഭ്യാസ ഉദ്യോഗ സംവരണമാണല്ലോ മണ്ഡൽ ഉറപ്പു നൽകിയത്. വിദ്യാഭ്യാസ മേഖലയെ വ്യാപകമായി സ്വകാര്യവൽക്കരിക്കുക വഴിയും പൊതുവിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള ബജറ്റ് വിഹിതം കുറച്ചും സംവരണ വിഭാഗത്തിൻ്റെ അവസരം കുറയ്ക്കുക എന്നതാണ് ഒരു വഴി. അടുത്തത് തൊഴിൽ സംവരണമാണ്. 20 ലക്ഷം ഒഴിവുകളാണ് കേന്ദ്ര സർക്കാരിൽ നികത്താതെ കിടക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് രൂക്ഷമായിരിക്കെ എന്തുകൊണ്ടാണ് മോദി സർക്കാർ ആ ഒഴിവുകൾ നികത്താത്തത്? ഉത്തരം ലളിതം. സംവരണ വിഭാഗത്തിന് അതിലൊരു പങ്ക് നൽകേണ്ടി വരും. ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് റെയിൽവേ. അത് ഉത്തരോത്തരം സ്വകാര്യവൽക്കരിക്കുന്നതിന് പിന്നിലെ താല്പര്യവും മറ്റൊന്നല്ല. പൊതുപ്രവേശന പരീക്ഷകൾ വ്യാപകമായി അട്ടിമറിച്ച് അതിൻ്റെ വിശ്വാസ്യത സംശയാസ്പദമാക്കുന്നു. വ്യാപം മുതൽ എത്ര ഉദാഹരണങ്ങൾ! ഇതാണ് സംവരണ അട്ടിമറിയുടെ ഒരു രീതി. ഇനി അടുത്ത രീതി പറയാം. സംവരണ വിഭാഗങ്ങൾ അനർഹമായി പദവികൾ നേടിയെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുക. അതുവഴി മുന്നാക്ക വിഭാഗങ്ങൾ അതിൻ്റെ ഇരകളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുന്നാക്ക വിഭാഗങ്ങൾ സംവരണം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് അതുകൊണ്ടൊട്ടും നിഷ്കളങ്കമല്ല. രാജസ്ഥാനിലെ ഗുജ്ജറുകളും ഹരിയാനയിലെ ജാട്ടുകളും ഗുജറാത്തിലെ പട്ടേലർമാരും മഹാരാഷ്ട്രയിലെ മറാത്താവാദികളും കർണാടകയിലെ വൊക്കലിംഗ വിഭാഗവുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തിറങ്ങിയവരാണ്. അതത് BJP സർക്കാരുകൾ തങ്ങളാലാവും വിധം ഇക്കൂട്ടരെ സഹായിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇനിയും ആവേശത്തോടെ ഇത് നടപ്പാക്കാനുള്ള വഴിയും രണ്ടാം മോദി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതാണ് സാമ്പത്തിക സംവരണം. 2019 ജനുവരി 9 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മോദി സർക്കാർ 10% സാമ്പത്തിക സംവരണം നടപ്പാക്കിയത്. ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മോദിക്കും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ബദൽ കേരളം എന്ന തുരുത്താണ് എന്ന് ഉദ്ഘോഷിക്കുന്ന പിണറായി സർക്കാരാണ് മോദിയുടെ ഈ നയം ശിരസാവഹിച്ച് നടപ്പാക്കിയത്. അതെ, BJP ഇതര സർക്കാരുകളെ മാത്രമല്ല, BJP സർക്കാരുകളെപ്പോലും നാണിപ്പിക്കുന്ന അനുസരണയോടെയാണ് പിണറായി സർക്കാർ അത് നടപ്പാക്കിയത്. NSSനെ പ്രീണിപ്പിക്കാനായിരുന്നു അത്. NSS അതിൽ നേരിട്ട് പ്രസാദിച്ചില്ല എങ്കിലും CPMന് അത് ഗുണം ചെയ്തു. ഹിന്ദുത്വയുടെ രാഷ്ട്രീയ ഹിംസാത്മകമായ ഭരണകൂട നടപടിയാണ് സംവരണ അട്ടിമറി. അതാണ് കേരളം നടപ്പാക്കിയത്. ഹിന്ദുത്വ വിരുദ്ധത ഉറക്ക പറയുന്ന പിണറായി സർക്കാരിൻ്റെ ചെമ്പ് തെളിയുന്നതാണ് ഈ വസ്തുത. ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസും വ്യത്യസ്തരല്ല. രാഹുലിൻ്റെ കൈവിട്ടാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും നിൽപ്പ്. അതുകൊണ്ട് ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ, അതുവഴി സാമൂഹ്യ നീതിക്കായുള്ള ചരിത്രപരമായ പോരാട്ടത്തിൽ മോദി പക്ഷം മാത്രമല്ല എതിരാളികൾ. മോദിയെപ്പോലെ തന്നെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ഇടത് വലതുപക്ഷത്തെയും നേരിടേണ്ടതുണ്ട് യഥാർത്ഥ രാഹുൽ പക്ഷത്തെ.